JB കോശി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും റിപ്പോർട്ട് നടപ്പിലാക്കാൻ അധികാരികൾ ഇച്ഛാശക്തി കാട്ടണമെന്ന് മാർത്തോമാ സഭ മരാമൺ കൺവെൻഷൻ ഉദ്ഘാടന പ്രസംഗത്തിൽ സഭാധ്യക്ഷൻ തിയഡോഷ്യസ് മെത്രാപ്പോലിത്തയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ക്രിസ്മസ് കാലത്ത് രാജ്യത്ത് വിവിധയിടങ്ങളിൽ ക്രൈസ്തവർ ആക്രമണത്തിനിരയായി. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം മാറിയെങ്കിലും സംഘർഷമുണ്ടാകുന്നത് ആശങ്കയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നും സഭാധ്യക്ഷൻ പറഞ്ഞു. 2020 നവംബർ 5-നാണ് സംസ്ഥാനത്തെ ക്രൈസ്തവരുടെ പിന്നാക്ക അവസ്ഥ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജസ്റ്റിസ് JB കോശി കമ്മീഷനെ സർക്കാർ നിയമിച്ചത്. 2023 സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകൾ ഇനിയെങ്കിലും പുറത്തുവിടുവാനും നടപ്പിലാക്കുവാനും ബന്ധപ്പെട്ടതായ ആളുകൾ ഇച്ഛാശക്തി കാട്ടണം. മത അധ്യാപകർക്ക് ക്ഷേമനിധി എന്ന നിർദ്ദേശവുമായി സർക്കാർ വരുമ്പോൾ അതേക്കുറിച്ച് JB കോശി കമ്മീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ കഴിയണം. നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സഭാ സംവിധാനത്തിലേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾക്കുള്ള മറ്റൊരു പിൻവാതിൽ ആയിട്ട് അത് തീരരുത്. വോട്ടവകാശത്തെ നിസ്സാരവൽക്കരിക്കാതെ ഗൗരവത്തോടെ ഉപയോഗിക്കേണ്ടതായുള്ള ഉത്തരവാദിത്വം നമ്മളുടേതാണ്. വോട്ട് ചെയ്യാതിരിക്കാൻ ആരും തന്നെ ശ്രമിക്കരുത് എന്നത് ഇത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വോട്ട് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന മൗലികമായിട്ടുള്ള ഒരു അവകാശമാണ്. അത് വിനിയോഗിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പൊതു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുന്നതായുള്ള ഈ ഘട്ടത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തുല്യാവകാശങ്ങളെ മാനിക്കുന്ന വിമർശനങ്ങൾ കേൾക്കുവാൻ തയ്യാറുള്ള ഭരണ സംവിധാനങ്ങൾ രാജ്യത്തിന് അനിവാര്യമാണ്. ജനാധിപത്യ ഏകാധിപത്യത്തിലേക്ക് വഴിമാറരുത്. വിഷ്ണു VS വിശദാംശങ്ങളുമായി. വിഷ്ണു, ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് JB കമ്മീഷനെ നിയോഗിച്ചത്. ആ JB കമ്മീഷൻ വിഷയങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടിപ്പോൾ കാലം കുറേയായി. ആ റിപ്പോർട്ട് ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. പല ക്രൈസ്തവ സഭാ വേദികളും ഈ ആവശ്യവുമായി പലതവണ രംഗത്ത് വന്നതാണ്. ഇപ്പോൾ മരാമൺ കൺവെൻഷനിൽ മന്ത്രിമാരെ അടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് സദസ്സിലിരുത്തിക്കൊണ്ട് മെത്രാപ്പോലീത്ത ഈ ആവശ്യം ഉന്നയിക്കുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം? ഈ ആവശ്യം കൂടി വന്നതോടുകൂടി സർക്കാർ ഈ കമ്മീഷന്റെ കാര്യത്തിൽ എത്ര കണ്ട് പ്രതിരോധത്തിലാവുന്നുണ്ട്? 131 മാരാമൺ കൺവെൻഷൻ ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് കേരളത്തിന്റെ ക്രൈസ്തവ പിന്നോക്കാവസ്ഥ പഠിപ്പിച്ച ജസ്റ്റിസ് KB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഉടൻ പുറത്തുവിടണമെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടത്. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കുന്നതിൽ വ്യക്തത വേണമെന്നും സഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്മസ് കാലയളവിൽ ക്രൈസ്തവർക്ക് നേരെ നടന്ന അക്രമങ്ങളിൽ അദ്ദേഹം ശക്തമായ പ്രതിഷേധമാണ് പ്രസംഗത്തിൽ രേഖപ്പെടുത്തിയത്. മണിപ്പൂരിലെ സംഘർഷാവസ്ഥ തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച മെത്രാപ്പൊലീത്ത വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിവാദങ്ങൾ ഒഴിവാക്കി യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും പ്രസ്താവിച്ചിട്ടുണ്ട്. സഭാ അധ്യക്ഷന്റെ ഈ നിലപാട് സമാനമായ ആവശ്യം മുൻപ് സീറോ മലബാർ സഭയെ മുന്നോട്ട് വെച്ചിരുന്നു. ആ അവസരത്തിൽ തന്നെയാണ് 131 മാരാമൺ കൺവെൻഷൻ വേദിയിൽ വെച്ച് മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ ഇങ്ങനെ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും മന്ത്രിമാരും ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിൽ വെച്ചാണ് സഭാ അധ്യക്ഷൻ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്.